എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇടയിൽ വളരെയധികം ആളുകൾ കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് കഴുത്തിന് വേദന. ഇത് വളരെയധികം ആൾക്കാരെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. മൂർധന്യാവസ്ഥയിൽ കഴുത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതിനായി സത്യാന്വേഷികളായ മുനിമാർ കണ്ടുപിടിച്ച യോഗമാർഗം ശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. കഴുത്തിന് വേദനയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മാർജാരാസനം, അർദ്ധകടി ചക്രാസനം, മേരുവക്രാസനം, ഭുജംഗാസനം, വക്രാസനം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഓരോന്നിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. മാർജാരാസനം ചെയ്യുന്ന എങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളും അതേപോലെ തന്നെ ശരീരവും മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇരു കൈപ്പത്തികളും തറയിൽ പതിച്ചു വെക്കേണ്ടതാണ്. ഇരു കാലുകളുടെയും മുട്ടുകൾ തമ്മിൽ ഏകദേശം ഒരടിയുടെ അകലം ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. ഇപ്പോൾ പൂച്ച നാലുകാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മാർജരാസന എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ നിന്നതിന് ശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തല കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും നടുവിനെ കഴിയുന്നത്ര താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യാൻ ശ്രമിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തലയെ കഴിയുന്നത്ര ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരികയും നടു അതേപോലെ തന്നെ പരമാവധി ഉയർത്തിപ്പിടിക്കാനും ശ്രമിക്കേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ തല മുകളിലേക്ക് ഉയർത്തുകയും നടുവിനെ കഴിയുന്നത്ര താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉള്ളിലേക്ക് കൊണ്ടുവരികയും നടുവിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാനും ശ്രമിക്കേണ്ടതാണ്. ഇതേ രീതിയിൽ 8-10 തവണ ആവർത്തിക്കുക. എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തല മുകളിലേക്ക് ഉയർത്തുകയും നടു താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇതിന്റെ നേരെ എതിരായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതായത് തല ഉള്ളിലേക്ക് കൊണ്ടുവരികയും നടു പരമാവധി മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് മാർജാരാസനം പരിശീലിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അർദ്ധകടി ചക്രാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കുക. ഇരു കൈപ്പത്തികളും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കേണ്ടതാണ്. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലത് കൈ ശരീരത്തിന്റെ വലതുവശത്തു കൂടി ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരവും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലത് കൈയും കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക. അതോടൊപ്പം ഇടത് കൈ ഇടതുകാലിന്റെ തുടയിൽ കൂടി താഴ്ത്തി കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലത് കൈയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈ താഴ്ത്തി കാലിനോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. ഇനി അടുത്തതായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലത് കൈ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടത് കൈ ഇടതുവശത്തു കൂടി ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരവും ഉയർന്നു വന്നിരിക്കുന്ന ഇടത് കൈയും വലതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരികയും ചെയ്യുക. എത്രത്തോളം ചെരിഞ്ഞു വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം വന്നാൽ മതിയാകും.
ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടത് കൈ താഴ്ത്തി ഇടത് തുടയോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ ഇരു കൈകളും മാറി മാറി 10-12 തവണ ആവർത്തിക്കാവുന്നതാണ്. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരികയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈ താഴ്ത്തിക്കൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത്. വളരെ സാവധാനം മാത്രമായിരിക്കണം ഓരോ ആസനങ്ങളും നമ്മൾ പരിശീലിക്കുന്നത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവ ചെയ്തതുകൊണ്ടുള്ള ഗുണങ്ങൾ മുഴുവനായി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 10-12 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് അർദ്ധകടി ചക്രാസനം പരിശീലിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മേരുവക്രാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ഏകദേശം ഒരു 1.5 അടി അകലം വരുന്ന രീതിയിൽ അകത്തി വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കുക. അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് മുൻവശത്തേക്ക് കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം ചേർത്ത് തൊഴുതു പിടിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി ഉയർത്തി നീട്ടിപ്പിടിക്കേണ്ടതാണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇരു കൈകളും അതേപോലെ തന്നെ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗവും കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈകളും നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വലത്തേക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കൈകളും ശരീരവും ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഒന്നും കൂടി പറയാം. നേരെ വരുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകളും ശരീരവും കഴിയുന്നത്ര വലതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരികയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും കൈകളും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരവും തൊഴുതു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരിക. ഇതേ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇത് പരിശീലിക്കുന്ന സമയം തറയിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഇരു കാൽപാദങ്ങളും തറയിൽ നിന്ന് അനങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇരുവശങ്ങളിലേക്കും ചെരിയുന്ന സമയം കാൽപാദങ്ങൾ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരികയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാൽപാദങ്ങൾ എവിടെയാണോ പതിച്ചു വെച്ചിരിക്കുന്നത് അവിടെ തന്നെ നിന്നുകൊണ്ട് മാത്രമായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ വശങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് ഭുജംഗാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക. കൈകൾ രണ്ടും ശരീരത്തിന് മുൻവശത്തേക്ക് കൊണ്ടുവന്ന് തോളുകൾക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ ഉറപ്പിച്ചു വെക്കേണ്ടതാണ്. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം നെഞ്ചും തലയും പതിയെ താഴ്ത്തിക്കൊണ്ട് വന്നതിന് ശേഷം തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ താഴ്ത്തിക്കൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തി കൊണ്ടുവരികയും ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഇരു കാൽപാദങ്ങളും തറയിൽ നിന്ന് ഉയർന്നു പോകുകയോ കാൽപാദങ്ങൾ തമ്മിൽ അകന്നു പോവുകയോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർന്നു വരുന്ന സമയം
ഇരു കൈകളുടെയും മുട്ടുകൾ നിവർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇരു കൈമുട്ടുകളും അല്പം മടങ്ങി വരുന്ന രീതിയിൽ മാത്രം ഉയർന്നു വന്നാൽ മതിയാകും. ഇതേ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇത് പരിശീലിക്കുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് എത്രത്തോളം ഉയർന്നു വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഇനി അടുത്തതായിട്ട് നമുക്ക് വക്രാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇടതുകാൽ മടക്കി ആ കാലിന്റെ പാദം വലതുകാലിന്റെ തുടയുടെ വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കേണ്ടതാണ്. അതിനുശേഷം ഇരു കൈപ്പത്തികളും ശരീരത്തിന് വലതുവശത്ത് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ്. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഇതേ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. അതിനുശേഷം അല്പസമയത്തേക്ക് ഇരു കാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മള് വലതുവശത്തേക്ക് തിരിഞ്ഞ് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇനി ഇടതുവശത്തേക്കും തിരിഞ്ഞ് ചെയ്യേണ്ടതാണ്. അതായത് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുകയും വലതുകാലിന്റെ മുട്ട് മടക്കി ആ കാലിന്റെ പാദം ഇടതുകാലിന്റെ തുടയുടെ ഇടതുവശത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം. ഇനി ഇരു കൈപ്പത്തികളും ശരീരത്തിന്റെ ഇടതുവശത്ത് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് തിരിഞ്ഞു വന്ന അതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് ശരീരത്തെ കഴിയുന്നത്ര തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതേ രീതിയിലും 8-10 തവണ ആവർത്തിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് വക്രാസനം പരിശീലിക്കുന്നത്. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. മാർജാരാസനം, അർദ്ധകടി ചക്രാസനം, മേരുവക്രാസനം, ഭുജംഗാസനം, വക്രാസനം എന്നിവയാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത്. 3-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.